ഞാൻ ഇടയ്ക്കൊക്കെ എൻ്റെ മെയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കുറച്ച് മെയിലുകളൊക്കെ വരാറുണ്ട്. അതിൽ ചിലതിൽ പറയാറുണ്ട്, ബ്രോ എനിക്ക് 10,000 രൂപ ഒരു സ്മാർട്ട് ഫോൺ മേടിക്കണം, പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ 5,000 രൂപ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഒരു 5,000 രൂപ ഒന്ന് തന്ന് സഹായിക്കാമോ, അടുത്ത മാസം എനിക്ക് സാലറി കിട്ടുന്ന സമയത്ത് ഞാൻ ആ ഒരു 5,000 രൂപ തിരിച്ചു തരാമെന്ന്. സോ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ മെയിൽ അയച്ചവർ മാത്രമല്ല നിങ്ങളും ചിലപ്പോൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫോൺ ഭയങ്കര വില കുറവിൽ വരും, പക്ഷേ ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ മുഴുവൻ തുക എടുക്കാനായിട്ട് ഉണ്ടാവില്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ. സോ നിങ്ങൾക്ക് ആ ഒരു ഡീല് മിസ്സായി പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ആ ഒരു മുഴുവൻ തുക എടുക്കാനില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്മാർട്ട് ഫോൺ തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിന് ഏറ്റവും അടിപൊളിയായിട്ടുള്ള വഴി എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ടിനകത്തുള്ള ബൈ നൗ പേ ലേറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. എത്ര പേര് ശ്രദ്ധിച്ച് കാണുമെന്നറിയില്ല, ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് അതെങ്ങനെ നിങ്ങൾക്ക് അവൈൽ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, പേര് പറയുന്നത് പോലെ ബൈ നൗ പേ ലേറ്റർ, അതായത് ഇപ്പോൾ നിങ്ങൾ മേടിക്കൂ, അതിനുശേഷം പിന്നീട് കാശ് കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ വരും, എങ്ങനെയാണ് ഈ ഒരു സാധനം വർക്ക് ചെയ്യുന്നത്, ഇവർ ശരിക്കും നമുക്ക് കാശ് തരുമോ എന്ന്. യെസ്, തരും. ഈ ബൈ നൗ പേ ലേറ്ററിന്റെ സ്കീം എന്ന് പറയുന്നത് ആക്ച്വലി 2 പാർട്ടായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് ഇപ്പൊ സപ്പോസ് നിങ്ങൾക്കൊരു 12,000 രൂപയുടെ ഒരു സ്മാർട്ട് ഫോൺ ആണ് മേടിക്കേണ്ടത്. ഈ ബൈ നൗ പേ ലേറ്ററിനകത്ത് നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് ലഭിക്കുന്നതായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ 5,000 രൂപയാണ് നിങ്ങളുടെ കറണ്ട് ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 12,000 രൂപയുടെ സ്മാർട്ട് ഫോൺ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ 12,000 രൂപ മുഴുവനായിട്ട് എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5,000 രൂപ നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റ് ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ്. അതായത് ഡയറക്റ്റ്ലി ഫ്ലിപ്കാർട്ട് തന്നെ ബൈ നൗ പേ ലേറ്റർ വഴി അവർ കാശ് കൊടുക്കുന്നു. ബാക്കി വരുന്ന 7,000 രൂപ മാത്രം നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് അടച്ചാൽ മതി. അതിനുശേഷം ഒരു മാസം കഴിഞ്ഞ്, കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അടുത്ത മാസം 5-ാം തീയതി നിങ്ങൾക്ക് സാലറി ഒക്കെ കിട്ടി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആ ഒരു 5,000 രൂപ തിരിച്ചടച്ചാൽ മതി. സോ ഞാൻ 5,000 രൂപയാണ് ക്രെഡിറ്റ് ലിമിറ്റ് പറഞ്ഞത്, പക്ഷേ ക്രെഡിറ്റ് ലിമിറ്റ് ആക്ച്വലി 500 രൂപ മുതൽ 1,00,000 രൂപ വരെയും പോകുന്നുണ്ട്. സപ്പോസ് നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റ് 10,000 രൂപയാണെന്ന് വിചാരിക്കാതെ നിങ്ങൾക്ക് മേടിക്കാനുള്ള ഫോൺ 9,999 രൂപയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും 1 രൂപ പോലും കൊടുക്കണ്ട, ഡയറക്റ്റ് നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റ് വെച്ച് തന്നെ ആ ഒരു സ്മാർട്ട് ഫോൺ മേടിക്കാവുന്നതാണ്. പിന്നീട് അടുത്ത മാസം നിങ്ങൾ ആ ഒരു എമൗണ്ട് 5th തിരിച്ചടച്ചാൽ മതി. ഇതിന്റെ വേറൊരു കുട്ടൻസ് എന്ന് പറയുന്നത്, സപ്പോസ് നിങ്ങൾ നല്ലൊരു ഡീലാണ് കണ്ടു ആ ഒരു സ്മാർട്ട് ഫോൺ മേടിച്ചു, പക്ഷേ പെട്ടെന്നാണ് നിങ്ങൾ കണ്ടത് വേറൊരു സ്മാർട്ട് ഫോൺ ഇതിൽ നല്ല ബെറ്റർ ഡീലിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഈ ഒരു സാധനം ക്യാൻസൽ ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. കാരണം നിങ്ങൾ കയ്യിൽ നിന്ന് 1 രൂപ പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഈ ഒരു ഫ്ലിപ്കാർട്ടിനകത്ത് തന്നെ നിങ്ങൾ ക്യാൻസൽ ചെയ്യുമ്പോൾ ആ ഒരു എമൗണ്ട് ഡയറക്റ്റ് തിരിച്ച് നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റിനകത്തേക്ക് കയറും. സോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് തിരിച്ചു കിട്ടുകയും ചെയ്യും, കയ്യിലുള്ള കാശ് പോവുകയും ഇല്ല. ഓക്കെ, ഇത്രയും പറയുമ്പോൾ ഏകദേശ സംഭവമൊക്കെ എങ്ങനെയൊക്കെയാണ് എന്ന് പിടികിട്ടി. പക്ഷേ ഇത് എങ്ങനെ നിങ്ങൾക്ക് ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടും, എങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ലിമിറ്റൊക്കെ അവൈൽ ചെയ്യാൻ പറ്റും, വളരെ എളുപ്പമാണ്. ശരിക്കും പറഞ്ഞാൽ വെറും 30 സെക്കൻഡ് മാത്രമേ എടുക്കുള്ളൂ. സോ നിങ്ങൾക്കാണ് കാശ് തരുന്നത് എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ആരാണ് എന്നറിയണമല്ലോ. അതിന് വേണ്ടിയിട്ട് നോ യുവർ കസ്റ്റമർ അഥവാ KYC നിങ്ങൾ ഫില്ല് ചെയ്യണം. ഇനി വേറൊരു കാര്യം, നോർമലി നിങ്ങൾ ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾ ക്രെഡിറ്റ് ഹിസ്റ്ററി വേണം, അഥവാ നിങ്ങൾ മാസാമാസം തിരിച്ച് കാശ് കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ടോ എന്നുള്ളൊരു ഹിസ്റ്ററി ഒക്കെ വേണമെങ്കിലും ഇവിടെ നിങ്ങൾ ക്രെഡിറ്റ് ഹിസ്റ്ററിയുടെ യാതൊരു ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട. സോ ആരൊക്കെ KYC കംപ്ലീറ്റ് ചെയ്യുന്നു അവർക്ക് എല്ലാവർക്കും ഈ ഒരു പേ ലേറ്ററിന്റെ ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടും. ഓക്കെ ബ്രോ, സോ KYC എവിടെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഫ്ലിപ്കാർട്ടിൽ ബൈ നൗ പേ ലേറ്ററിന്റെ പേജിൽ പോയാൽ മതി. നിങ്ങൾ തപ്പി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ ലിങ്ക് ഇട്ടേക്കാം. സോ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ആ ഒരു ഫ്ലിപ്കാർട്ടിന്റെ ബൈ നൗ പേ ലേറ്ററിന്റെ പേജിൽ പോകുന്നതായിരിക്കും. ഇവിടെ പോയിട്ട് നിസ്സാരമായിട്ട് 2 കാര്യങ്ങളാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഒന്നാമത്തേത് നിങ്ങളുടെ പാൻ കാർഡിന്റെ നമ്പർ, രണ്ടാമത്തേത് നിങ്ങളുടെ ആധാർ കാർഡിന്റെ നമ്പർ. ഈ 2 കാര്യവും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP വെരിഫൈ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഡൺ, നിങ്ങളുടെ ഫ്ലിപ്കാർട്ടിന്റെ ബൈ നൗ പേ ലേറ്റർ എന്ന് പറയുന്ന ഫീച്ചർ കിട്ടിയിരിക്കുകയാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്തുമാത്രമാണ്, ജസ്റ്റ് സപ്പോസ് നിങ്ങൾക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്ത് ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു പേ ലേറ്റർ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി. അപ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റ് അനുസരിച്ച് എത്ര രൂപയായിരിക്കും പേ ലേറ്റർ വഴി ക്രെഡിറ്റ് ലിമിറ്റിൻ്റെ എന്ന് പോകുന്നത്, ബാക്കി എത്ര രൂപ നിങ്ങളുടെ കയ്യിൽ നിന്നും അടയ്ക്കണം, അല്ല നിങ്ങളുടെ കയ്യിൽ നിന്നും ഒന്നും അടയ്ക്കേണ്ടയോ എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം വിശദമായിട്ട് അവിടെ കാണും. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ തരാം. സപ്പോസ് നിങ്ങൾ ഒരു സ്മാർട്ട് ഫോൺ മേടിക്കാൻ പോവാണ്, അത് ഇൻഫിനിക്സിന്റെ Hot 12 Play ആണ് എന്ന് വിചാരിക്കുക. സോ ഈ Hot 12 Playന്റെ പ്രൈസ് എന്ന് പറയുന്നത് 8,999 റുപ്പീസാണ് സെല്ലാവുന്നത്. നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് 5,000 ആണെങ്കിൽ സോ ഈ ഒരു 5,000 8,999 ഡിഡക്ട് ചെയ്യുമ്പോൾ ബാക്കി നിങ്ങളുടെ കയ്യിൽ നിന്നും കൊടുക്കേണ്ട തുക എന്ന് പറയുന്നത് ജസ്റ്റ് 3,999 മാത്രമാണ്. സോ ആ 3,999 റുപ്പീസ് മാത്രം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ആ ഫോൺ വന്ന് എത്തുന്നതായിരിക്കും. അതിനുശേഷം അടുത്ത മാസം നിങ്ങൾക്ക് സാലറി കിട്ടുന്ന സമയത്ത് ആ ഒരു 5,000 രൂപ തിരിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇത് കുറച്ച് വില കുറഞ്ഞ ഫോണായിരുന്നു. ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫോൺ നോക്കുവാണെങ്കിൽ ഇപ്പോൾ സപ്പോസ് പോക്കോ M4 Pro എടുത്തു. പോക്കോ M4 Pro എന്ന് പറയുന്നത് 14,999 റുപ്പീസിന്റെ ഒരു സ്മാർട്ട് ഫോണാണ്. ഓക്കെ, സോ നമ്മുടെ ലിമിറ്റ് എത്രയാണ്? 5,000 റുപ്പീസ്. ആക്ച്വൽ പ്രൈസ് എത്രയാണ്? 14,999. അപ്പോൾ ഒരു 14,999 റുപ്പീസിൽ നിന്ന് ഈ ഒരു 5,000 പേ ലേറ്റർ വഴിയാണ് കൊടുക്കുന്നതെങ്കിൽ ബാക്കിയുള്ള 9,999 റുപ്പീസ് മാത്രം നമ്മൾ അപ്രണ്ട് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്നും കൊടുത്താൽ മതി. ആൻഡ് അഗെയിൻ സെയിം പ്രോസസ് ആണ്. ഒരു മാസത്തിന് ശേഷം നിങ്ങളുടെ കയ്യിൽ സാലറി ഒക്കെ കിട്ടി കഴിയുമ്പോൾ
നിങ്ങൾ ഈ ഒരു എമൗണ്ട് തിരിച്ചടച്ചാൽ മതി. സോ ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫോൺ മേടിക്കാനായിട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉടനടി മുഴുവൻ കാശ് എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പ്ലസ് നിങ്ങൾക്കും ഇതേപോലെ അറിയാവുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ട് ഇത്തരത്തിലുള്ള എനിക്ക് ആ ഫോൺ വേണമായിരുന്നു പക്ഷേ ഫണ്ടില്ലടാ എന്ന് പറഞ്ഞുള്ള സ്ഥിതിയിൽ ഇരിക്കുവാണെങ്കിൽ അവർക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഈ ഒരു കാര്യത്തിനെക്കുറിച്ചുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ആൻഡ് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തുടർന്ന് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.